മല്ലയ്യ ജ്വല്ലേഴ്സ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 04884 232 666. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. മന്ത്രി മുഹമ്മദ് റിയാസും സുരേഷ് ഗോപിയും കൈകോർക്കും. കേരളം ടൂറിസ്റ്റ് ഹബ്ബായി മാറും. കേരളത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സുരേഷ് ഗോപിക്ക് കഴിയും. കേരളത്തിന്റെ മൊത്തം വികസനത്തിൽ സുരേഷ് ഗോപിക്ക് നിർണായകമായ പങ്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടൂറിസം മേഖലയാണ്. ടൂറിസം മേഖലയിൽ മുഹമ്മദ് റിയാസും സുരേഷ് ഗോപിയും കൈകോർക്കുകയാണെങ്കിൽ കേരളത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ടൂറിസം വളർച്ച നേടിയ സംസ്ഥാനമായി മാറ്റാൻ കഴിയും. കേരളത്തിൽ ഹെൽത്ത് ടൂറിസത്തിന് അങ്ങേയറ്റം പ്രാധാന്യമുണ്ട്. ആയുർവേദത്തെ പരിപോഷിപ്പിച്ചുകൊണ്ട് ഹെൽത്ത് ടൂറിസത്തെ ഏറെ മികച്ചതാക്കാൻ കഴിയും. സുരേഷ് ഗോപി ടൂറിസം മന്ത്രിയായി സ്ഥാനമേറ്റതോടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടൂറിസം മേഖലയ്ക്ക് വൻ കുതിപ്പിനുള്ള സാധ്യതയാണ് തുറന്നിരിക്കുന്നത്. കേരളത്തിൽ ടൂറിസത്തിന്റെ സാധ്യതകൾ അപാരമാണ്. പക്ഷേ അതൊന്നും ഒരിക്കലും പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ സംസ്ഥാനത്തെ ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്ത ഒരു മന്ത്രിക്കും സാധിച്ചിട്ടില്ല. രണ്ടാം പിണറായി സർക്കാർ മന്ത്രിസഭയിലെ ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി മുഹമ്മദ് റിയാസിന് ടൂറിസം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുള്ളയാളാണ്. ഹെവി ടൂറിസം, കേരള ടൂറിസം, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുകൾ, അങ്ങനെ നിരവധി പദ്ധതികൾ മന്ത്രി മുഹമ്മദ് റിയാസ് ആവിഷ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സന്തോഷ് കുളങ്ങരയെ പോലുള്ള ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച വ്യക്തിയിൽ നിന്നും അദ്ദേഹം ടൂറിസത്തിന് കേരളത്തിൽ നടത്തേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ടുണ്ട്. തീർത്ഥാടന ടൂറിസത്തിനും ഒരുപാട് സാധ്യതകൾ കേരളത്തിനുണ്ട്. കേരളത്തിൽ ആരോഗ്യ ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കുന്നതായി സുരേഷ് ഗോപി മന്ത്രിയായ ശേഷം ഇതിനകം ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഗുരുവായൂരിനടുത്തായി ഏക്കർ കണക്കിന് തരിച്ചു കിടക്കുന്ന ഭൂമി പാട്ടത്തിനെടുത്താണ് ഈ പ്രദേശത്ത് ആയുർവേദ പ്രൊജക്ടുകൾ ആരംഭിക്കുക. തൃശൂരിലെ കക്ഷി രാഷ്ട്രീയം മറന്ന് കേരളത്തിലെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും കേന്ദ്രം ടൂറിസം മന്ത്രി സുരേഷ് ഗോപിയും കൈകോർത്താൽ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തെ ടൂറിസത്തിന്റെ പറുദീസയാക്കി മാറ്റാൻ കഴിയും. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.